our Vicar, Father Johnson Iverchin, Zonal Secretary, Joint Secretary, Mr. Prasad Varghese, Delhi Diocese Gulf Region District Coordinator, Mr. Shaiji Anand, Central Committee Member, Mr. Varghese K. Cherry, Parish Secretary, Mr. Philip N. Thomas, OCY GCC Secretary, Mr. Jacob Abraham, Honorable Trustee, Shan K. Abraham, Unit Vice President, our Unit Secretary, Mr. Jose Matthew. എല്ലാവർക്കും നമസ്കാരം. ആദ്യത്തെ കണ്ടസ്റ്റൻറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനു മുമ്പ് കാണികളായ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എല്ലാ വർഷവും ഉള്ളതുപോലെ ഒരു സുവാർത്ത അറിയിക്കാനുണ്ട്. ഇവിടെ നടക്കുന്ന പ്രസംഗ മത്സരാർത്ഥികൾ ഇവിടെ അവരുടെ പ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ഒരേ സമയം തന്നെ നമുക്കും ഇതിൻ്റെ ഭാഗവാക്കാകുവാനുള്ളൊരു അവസരമാണ്. ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കുകയും ഏറ്റവും അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു 5 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നതായിരിക്കും. അത് ഏറ്റവും മനോഹരമായി കൃത്യമായി ഉത്തരം നൽകാൻ നിങ്ങൾ പരിശ്രമിക്കുകയും ശ്രദ്ധയോടെ ഇരിക്കുകയും ചെയ്യണമെന്നുള്ള ആഹ്വാനമാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരു മത്സരം പോലെ തന്നെ നിങ്ങളതിനെ കാണുക. ഈ അറിവിൻ്റെ ഈ നിമിഷങ്ങൾ അത് നമുക്ക് പ്രയോജനകരമാകട്ടെ. നിങ്ങൾക്കും ഒരു സമ്മാനം കാത്തിരിപ്പുണ്ട് എന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് ആദ്യത്തെ മത്സരാർത്ഥിയെ നമുക്ക് വരവേൽക്കാം. ഈ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. We call upon chess number 1201. Chess number 1201. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന മലങ്കര നസ്രാണികളുടെ സമൂഹമേ, അപ്പോസ്തലനായ പൗലോസ് ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-13 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 13-ാം വാക്യം ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമൊരുക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. ഞാൻ ഈ വാക്യങ്ങളെ ആമുഖമായി നിങ്ങളോട് പറഞ്ഞതെന്തെന്നാൽ, എനിക്കിന്ന് നിങ്ങളുമായി ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മലങ്കര സഭാ സ്വാതന്ത്ര്യ ദർശനം ഈ വാക്യങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ പ്രസ്തുത വിഷയത്തെ 3 ചിന്താശകലങ്ങളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. ഒന്നാമത്തേത് ദർശനത്തിന്റെ പശ്ചാത്തലം, രണ്ടാമത്തേത് ദർശനത്തിന്റെ മുഖ്യ ഘടകങ്ങൾ, മൂന്നാമത്തേത് ദർശനത്തിന്റെ ഫലങ്ങളും അതിന്റെ പ്രതിഫലനവും. ആദ്യം തന്നെ ദർശനത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. അഗ്നിയിൽ സ്ഫുടം ചെയ്ത വിശ്വാസത്തിന്റെ പര്യായം, അതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദ്വിതീയ പ്രഖ്യാപിത പരിശുദ്ധൻ സഭാഭാസുരൻ വട്ടശ്ശേരിൽ മാർ ദിവനാസ്യോസ് മെത്രാപ്പോലീത്ത.
സഭയുടെ ആണിക്കല്ലായ വിശ്വാസ പ്രമാണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അഗ്ന്യോക്യൻ അഭിനിവേശവും നവീകരണ പ്രസ്ഥാനങ്ങളുടെ നീരാളിപ്പിടുത്തവും കാരണം വീർപ്പുമുട്ടിയ വിശ്വാസ സമൂഹത്തെ അതിൽ നിന്ന് മോചിപ്പിച്ചത് മാർ ദിവന്നാസ്യോസ് മെത്രാപ്പോലീത്തയുടെ പകരം വെക്കാനാകാത്ത ഭരണസാരഥ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭാരതീയ പൈതൃകം ഉൾക്കൊണ്ട് സമാധാനവും അച്ചടക്കവും ഭരണ സ്വാതന്ത്ര്യവുമുള്ള ഒരു മലങ്കര സഭയെ അദ്ദേഹം സ്വപ്നം കണ്ടു. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരാകാനായി ഒരു രാജ്യം മുഴുവൻ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ സഭയും സഭാമക്കളും അതേ വികാരം ഉൾക്കൊണ്ട് വിദേശ മേൽക്കോയ്മയിൽ നിന്ന് സ്വതന്ത്രരാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയായിരുന്നു. രണ്ടാമതായി ദർശനത്തിന്റെ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഓട്ടോസെഫാലി എന്നൊരു പദമാണ്. നാം ഏവരും കേട്ടിട്ടുണ്ടാകും ഓട്ടോസെഫാലസ് സഭകളെന്ന്. ഒരു ക്രൈസ്തവ സഭ അവർക്ക് സ്വന്തമായി ഒരു അധിപനെ നിയമിക്കുന്നു. അതായത് ആ സഭ മറ്റ് സഭാധിപന്മാരുടെയോ മറ്റ് ബിഷപ്പിന്റെയോ അധികാരത്തിന് വിധേയമല്ല എന്നുള്ളതാണ് ഓട്ടോസെഫാലി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മലങ്കര സഭയ്ക്ക് സ്വതന്ത്രമായ ഒരു നിലപാട് ഉറപ്പുവരുത്തുക, ഇതായിരുന്നു തിരുമേനിയുടെ ലക്ഷ്യം. രണ്ടാമതായി പാരമ്പര്യവും പരിശുദ്ധിയും. മലങ്കര സഭയിലെ വിശ്വാസപരമായ ആചാരങ്ങളും പാരമ്പര്യവും പരിശുദ്ധിയും കാത്ത് സംരക്ഷിക്കണം. അതുപോലെ തന്നെ അവ വിദേശ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും വേണം. മൂന്നാമതായി വിശ്വാസികളുടെ ഐക്യവും അഭിവൃദ്ധിയും. മലങ്കര സഭയിലെ എല്ലാ വിശ്വാസികളും ഐക്യത്തോടെ ഒരുമനപ്പെട്ട് നിലനിൽക്കണം. വിശ്വാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കി ഏകീകൃതമായ സഭയിൽ വിശ്വാസം പ്രചരിക്കണം. അടുത്തതായി ദർശനത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് സ്വതന്ത്ര ഭരണഘടനയും കാതോലിക്കേറ്റും. സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഉതകുന്ന സാർവത്രിക അംഗീകാരമുള്ള ഒരു കാതോലിക്കേറ്റിനെ തിരുമേനി വിഭാവനം ചെയ്തു. തിഗ്രീസിലെ തീരഭൂമിയിൽ നാം ആവിശേഷമായി കൊണ്ടിരുന്ന ക്രൈസ്തവ സംസ്കാരത്തിന്റെ ശബ്ദവും സൗന്ദര്യവുമായിരുന്ന കാതോലിക്കേറ്റ് എന്ന മഹാനദിയെ മലങ്കരയുടെ മണ്ണിലേക്ക് പുനഃസ്ഥാപിച്ചു. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് അടിമത്തത്തിന്റേതല്ല, പിന്നെയോ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയം ശീർഷകത്തിന്റേതുമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിലൂടെ തിരുമേനി ചെയ്തത്. കലാപങ്ങളുടെയും ശല്യങ്ങളുടെയും ഇടയ്ക്ക് സഭയുടെ വ്യക്തിത്വവും സാംസ്കാരികവും ദേശീയവുമായ നില ഉറപ്പാക്കേണ്ടതിന് ശരിയായ ഒരു ഭരണഘടന ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തിരുമേനിക്ക് ബോധ്യമായി. അങ്ങനെ വിശ്വാസം, പൗരോഹിത്യം, കർമാനുഷ്ഠാനം മുതലായവയെ സംബന്ധിച്ചുള്ള പരമാധികാരം എപ്പിസ്കോപ്പൽ സിനഡിലും ധനകാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരമാധികാരം മാനേജിംഗ് കമ്മിറ്റിയിലും ഇരിക്കത്തക്കവണ്ണം സഭയുടെ ഭരണഘടനയുടെ നക്കൽ 1109 ആയപ്പോഴേക്ക് തിരുമേനി തയ്യാറാക്കി. എന്നാൽ അതിന് ഒരു വർഷത്തിനു ശേഷം 1110 ആണ്ടിൽ ചില ഭേദഗതികളോടെ മാനേജിംഗ് കമ്മിറ്റി സഭയിൽ നടപ്പിൽ വരുത്തിയ ആ ഭരണഘടന പിന്നീട് 1958 സുപ്രീം കോടതി വിധിയാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ മലങ്കര സഭയ്ക്ക് ലഭിച്ച സ്വതന്ത്ര സ്ഥാനം ആഗോള ഓർത്തഡോക്സ് സഭകളാൽ അംഗീകരിക്കപ്പെട്ടു. ഇത് മലങ്കര സഭാ വിശ്വാസികളിൽ ഐക്യവും ആത്മവിശ്വാസവും അഭിമാനവും ഉയർത്തി. Ultimately, the freedom of Malankara Orthodox Church is something we receive from God. That's neither a political freedom nor a social freedom. പിന്നെയോ അതൊരു ആത്മീയ സ്വാതന്ത്ര്യമാണ്. സത്യത്തിൽ 2017 ജൂലൈ 3 ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് നമ്മുടെ സഭയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ കയ്യൊപ്പുള്ള വിധി പരിശുദ്ധ പിതാവിന്റെ സഭാ സ്വാതന്ത്ര്യ ദർശനത്തിന് കാലം നൽകിയ സ്നേഹ സമ്മാനമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1934 ഭരണഘടനയും 1912 കാതോലിക്കേറ്റ് പുനഃസ്ഥാപനവും സാധ്യമായതിന്റെ പിന്നിലെ നീക്കങ്ങൾ പരിശുദ്ധ പിതാവിന്റെ സഭാ സ്വാതന്ത്ര്യ ദർശനത്തിന്റെ മകുടമായ ഉദാഹരണങ്ങളാണ്. അദ്ദേഹത്തിന്റെ കബറിടത്തിന്റെ മുന്നിൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ എഴുതി വെച്ച ചെറിയ കുറിപ്പ് "The time will not dim his glory" കാലം മായ്ക്കില്ല പുണ്യവാൻ തൻ മഹിമ ആ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. കാലയവനയ്ക്കുള്ളിൽ നാം ഓരോരുത്തരായി ലോകത്തിൽ നിന്ന് മറയപ്പെടുമ്പോൾ മനുഷ്യ സഹജമായ മറവി ബാധിക്കുക സർവ്വസാധാരണമാണ്. എന്നാൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ഉദയ സൂര്യനെ പോലെ എല്ലാ ഹൃദയങ്ങളിലും കാലത്തെ അതിജീവിച്ച് ഒളി പകരുന്നു. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ആ പുണ്യവാന്റെ മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Chess number 1202.
ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ എങ്ങും അശാന്തിയുടെയും അസമാധാനത്തിൻ്റെ വിത്തുകൾ പൊട്ടിമുളപ്പെടുമ്പോൾ സമാധാന നായകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. മലങ്കര സഭയിൽ അനേകം സഭാ ജ്യോതിസുകളുണ്ട്. ഓരോ കാലഘട്ടത്തിലും സഭ വളർന്നു വന്നത് ഇത്തരം നക്ഷത്രങ്ങളിലൂടെയാണ്. ഈ നക്ഷത്രങ്ങളായ സഭാ ജ്യോതിസുകൾ ഒട്ടുമിക്ക ആളുകളും സന്യാസ ജീവിതം നയിച്ചിട്ടുള്ളവരായിരുന്നു. സന്യാസ ജീവിതം നയിച്ച ഇവരുടെ അടിസ്ഥാന പ്രമാണം എന്തെന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ ലൗകിക സുഖങ്ങളും മായാക്കാഴ്ചകളും എല്ലാം വെടിഞ്ഞ് പരമാത്മാവിൽ മോക്ഷം പ്രാപിക്കുക എന്നായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത്തരത്തിൽ മാതൃസഭയെ തൻ്റെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച മലങ്കര സഭയുടെ അസ്തമിക്കാത്ത സൂര്യനും യോഗശീർഷിയും സഭാഭാസ്കരനുമായ വട്ടശ്ശേരിൽ മാർ ദീപന്യാസോസ് തിരുമേനിയുടെ മലങ്കര സഭാ സ്വാതന്ത്ര്യ ദർശനം എന്നുള്ളതാണ് എനിക്കിന്ന് നിങ്ങളോടൊത്ത് അല്പസമയം ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം. പരിശുദ്ധ തിരുമേനിയുടെ മലങ്കര സഭാ സ്വാതന്ത്ര്യ ദർശനം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് സഭയോടുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അനേകം പ്രൊട്ടസ്റ്റന്റ് വിശ്വാസങ്ങളും കത്തോലിക്ക വിശ്വാസങ്ങളും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളുടെ ആരാധനയിലും ജീവിതത്തിലൊക്കെ വന്നുകൂടി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്തെന്ന് വിശ്വാസികളെ പഠിപ്പിക്കണം എന്ന് തിരുമേനിക്കൊരു ആഗ്രഹമുണ്ടായി. താൻ മെൽപ്പാനായിരിക്കുന്ന കാലത്ത് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളുടെ വിശ്വാസം എന്തെന്ന് വിശ്വാസികൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നൊരു ലക്ഷ്യം കൊണ്ടാണ് അദ്ദേഹം മതോപദേശ സാരങ്ങൾ എന്ന ഗ്രന്ഥം എഴുതുന്നത്. ഏതെങ്കിലും നിലവിലുണ്ടായിരുന്ന ഒരു കൃതിയുടെ പരിഭാഷ ആയിരുന്നില്ല മതോപദേശ സാരങ്ങൾ. മറിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും കത്തോലിക്ക സഭകളുടെയും മറ്റ് ആംഗ്ലിക്കൻ സഭകളുടെ എല്ലാ വിശ്വാസങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്നായിരുന്നു മതോപദേശ സാരങ്ങൾ എന്ന ഈ ഗ്രന്ഥം. ഒത്തിരി കൃതികളൊന്നും എഴുതിയിരുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. എന്നാൽ കേവലം ഈ ഒറ്റ കൃതി കൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളെ മുഴുവൻ ഒരു വലിയ കുടക്കീഴിലെ പാരമ്പര്യത്തിൽ പിടിച്ചു നിർത്തുവാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചു എന്നുള്ളത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ വളരെ അഭിമാനകരമായ കാര്യമാണ്. രണ്ടാമതായിട്ട് സഭയോടുള്ള ആഴമായ പ്രതിബദ്ധത. സഭയോടുള്ള ആഴമായ പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ സഭയുടെ വിശ്വാസം മാത്രമല്ല, അതിൻ്റെ സ്വാതന്ത്ര്യവും ഏറ്റവും വലുതാണ്. ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി എന്ത് കഷ്ടത വന്നാലും അതൊരിക്കലും അടിയറ വെക്കില്ല എന്ന് മനസ്സിൽ ദീർഘനിശ്ചയം എടുത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ തിരുമേനി. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പോയി സുവിശേഷം അറിയിക്കുകയും അവിടെയൊക്കെ സഭകൾ സ്ഥാപിക്കുകയും ചെയ്തതുപോലെ ഭാരതത്തിൽ വന്ന് സുവിശേഷം അറിയിച്ച മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച സഭ സ്വതന്ത്രമായി നിൽക്കണമെന്നുള്ള അതിയായ ആഗ്രഹം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിക്ക് ഉണ്ടായിരുന്നു. 1908 അബ്ദുള്ള പാത്തർക്കീസ് വട്ടശ്ശേരി തിരുമേനിക്ക് മെത്രാൻ സ്ഥാനം നൽകി. എന്നാൽ 1910 അബ്ദുള്ള പാത്തർക്കീസ് മലങ്കരയിൽ വന്നപ്പോൾ വട്ടശ്ശേരി തിരുമേനിയോട് ആവശ്യപ്പെട്ടത് മലങ്കര സഭയുടെ പള്ളികളും സ്വത്തുക്കളും തൻ്റെ പേരിൽ എഴുതി കൊടുക്കണമെന്നായിരുന്നു. തൻ്റെ തല പോയാലും ആ ഒരു കാര്യം സാധ്യമല്ല എന്ന് വട്ടശ്ശേരി തിരുമേനി പറഞ്ഞു. തൽഫലമായി വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിക്കൊണ്ടുള്ള കൽപ്പന അബ്ദുള്ള പാത്തർക്കീസ് പുറപ്പെടുവിച്ചു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വയം ഒരു സഭ അധ്യക്ഷൻ വേണം എന്നുള്ള അതിയായ ആഗ്രഹം തിരുമേനിക്ക് ഉണ്ടാകുന്നു. അങ്ങനെ റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള അർമേനിയൻ, പേർഷ്യൻ സഭകളിൽ നിന്നിരുന്ന കാതോലിക്ക സ്ഥാനം മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വേണമെന്നുള്ള ഒരു ആഗ്രഹം തിരുമേനിക്കുണ്ടായി. തൽഫലമായി 1912 അബ്ദേദ് മിശിഹ പാത്രികീസിനാൽ നെർണംപള്ളിയിൽ വെച്ച് കാതോലിക്കേറ്റ് സ്ഥാപിതമായി. മലങ്കര സഭ ഓർത്തഡോക്സ് സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ കാതോലിക്കേറ്റ് സ്ഥാപനം എന്ന് തെളിയിക്കുന്നതാണ് 1958-ലെയും 1995-ലെയും 2017, 2018, 2019-ലെയും കോടതി വിധികൾ. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ കാതോലിക്ക സ്ഥാപനത്തെ ചോദ്യം ചെയ്യാനോ നിരാകരിക്കാനോ ഒരു കോടതിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമാകാത്തത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ വിശ്വാസബോധവും അർപ്പണബോധവും സ്വാതന്ത്ര്യ അവബോധവും എല്ലാം കൂടിയാണ്. ഈ കാതോലിക്കിന് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന മറ്റൊന്നാണ് 1934 നിർമ്മിച്ച മലങ്കര സഭ ഭരണഘടന. മലങ്കര സഭ ഓർത്തഡോക്സ് സഭയുടെ നിലനിൽപ്പ് തന്നെ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സത്യം. താൻ മലങ്കര മെത്രാപ്പോലിത്ത ആയിരിക്കുന്ന സമയത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയതായിരുന്നില്ല മലങ്കര ഭരണഘടന.
എന്നാൽ തൻ്റെ കാലശേഷവും മലങ്കര ഓർത്തഡോക്സ് സഭ സ്വതന്ത്രമായി നിലനിൽക്കണം എന്നുള്ള തിരുമേനിയുടെ അതിയായ ആഗ്രഹം കൊണ്ടും എഴുതിയതായിരുന്നു മലങ്കര സഭയുടെ ഉരകല്ലായി നിൽക്കുന്ന മലങ്കര സഭ ഭരണഘടന എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് തിരുമേനിയുടെ ആരാധനാ ജീവിതം. ദൈവസന്നിധിയിൽ രഹസ്യപ്രാർത്ഥന, കണ്ണീരൊഴുക്കി രഹസ്യപ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ തിരുമേനി. തൻ്റെ ശത്രുക്കൾ തന്നെ കൊല്ലുവാനായ ആളുകളെ വിട്ടപ്പോൾ മുറിക്കകത്ത് മുട്ടുകുത്തി കമന്നു വീണ് പ്രാർത്ഥിക്കുന്ന തിരുമേനിയെ കണ്ട് കൊല്ലുവാൻ വന്ന ആൾക്ക് ഓടിപ്പോകുവാനല്ലാതെ ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. തിരുമേനിയുടെ ദൈവത്തോടുള്ള ഈ ബന്ധം മലമേൽ വെച്ചിരിക്കുന്ന ഒരു വീട് പോലെയോ തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന ഒരു വിളക്ക് പോലെയോ ശോഭിതമാണ്. ഈ ഒരു ആരാധനാനുഷ്ഠ ജീവിതമാണ് തിരുമേനിക്ക് സഭയ്ക്ക് വേണ്ടി ഇത്രയും സംഭാവന ചെയ്യുവാൻ നൽകിയത് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടതകളും സഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ തിരുമേനി. വിദേശ മിഷണറിമാരുടെ ആക്രമണം, മാർ അത്യാനോസിന്റെ നവീകരണ ആശയം, തൻ്റെ ശിഷ്യനായിരുന്ന ഇവാനിയോസിന്റെ സ്ഥാനത്യാഗം, തൻ്റെ അംഗരക്ഷകനും സ്നേഹിതനുമായിരുന്ന വർഗീസ് വർക്കിയുടെ കൊലപാതകം, കൂടാതെ അബ്ദുള്ള പാത്രികീസിന്റെ മുടക്ക്, ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നൊരു വ്യക്തിയായിരുന്നു പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി. എന്നാൽ ആ കാലഘട്ടത്തിലൊന്നും ദൈവത്തോടുള്ള ബന്ധം വിട്ടുകളയാതെ സഭയ്ക്ക് വേണ്ടി തൻ്റെ മരണം വരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ തിരുമേനി. ആ തിരുമേനിയുടെ പരിശുദ്ധമായ ജീവിതവും അനേകർക്ക് നന്മകൾ സംഭവിച്ച് അനേകർ തിരുമേനിയുടെ മധ്യസ്ഥയിൽ ആശ്രയിച്ചും കൊണ്ടും അനുഗ്രഹം പ്രാപിച്ചതുകൊണ്ടുമാണ് തിരുമേനിയെ പരിശുദ്ധനായിട്ട് പിന്നീട് പ്രഖ്യാപിക്കുന്നത്. നന്നേ ചെറുപ്പകാലത്ത് യുവജന പ്രസ്ഥാനത്തിൽ കേട്ടുവന്നിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്: വട്ടശ്ശേരി തിരുമേനി കാട്ടിത്തന്നൊരു ദീപശിഖ, ആളിപ്പടരുന്ന ദീപശിഖ, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അതെ, ആ വിശ്വാസവും പാരമ്പര്യവും ആരുടെയും മുന്നിൽ അടിയറ വയ്ക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടും എല്ലാവരോടും ആ ഒരു വിശ്വാസവും പാരമ്പര്യം അടിയറ വെക്കല്ലെന്ന് പറഞ്ഞുകൊണ്ടും എൻ്റെ എളിയ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഒരാൾ എത്ര നാൾ ജീവിച്ചിരുന്നു എന്നതിനല്ല, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നും എന്ത് ചെയ്തു എന്നുള്ളതിനുമാണല്ലോ പ്രാധാന്യം. മലങ്കര സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ പണയത്തിലാക്കി ഇറങ്ങിപ്പുറപ്പെട്ട അന്ത്യശ്വാസം വരെ പോരാടിയ ധീര യോദ്ധാവിനോടുള്ള ബഹുമാനം എന്നെ നടത്തി ഓടിച്ചു. നിയമം സംബന്ധിച്ച് ഹരിശ്രീ പോലും പഠിച്ചിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ മൊഴികൾ നിയമ പണ്ഡിതന്മാരെ പോലും നട്ടം തിരിച്ചിട്ടുണ്ട്. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെ പടനായകൻ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനിയെ കുറിച്ച് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നത് ചരിത്രകാരനായ ഇസഡ് എം പാറേട്ട്. അതേ, ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കുവാൻ ലഭിച്ചിരിക്കുന്ന പ്രസംഗ വിഷയം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ മലങ്കര സഭ സ്വാതന്ത്ര്യ ദർശനം എന്നുള്ളതാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊത്ത് ചിന്തിക്കുവാൻ കർത്തൃനാമത്തിൽ അഭയം പ്രാപിക്കുന്നു. ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. 1853 ഒക്ടോബർ 31 മല്ലപ്പള്ളിയിലെ വട്ടശ്ശേരിൽ കുടുംബത്തിൽ പിറന്നു വീണ സൂര്യപുരുഷൻ 1880 പരിശുദ്ധ പരിമല തിരുമേനിയാൽ കശീശ സ്ഥാനത്തേക്ക് 1909 മലങ്കര മെത്രാപ്പൊലിത്തയായും വാഴിക്കപ്പെടുന്നു. മലങ്കര നസ്രാണികളുടെ ചരിത്രത്തിൽ തന്നെ പ്രക്ഷുബ്ധമായ ഒരു കാലയളവിൽ മറക്കാനാവാത്ത നേതൃത്വ പാഠവം ശ്രദ്ധേയമാക്കിയ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് മായ്ക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ സഭാ സ്വാതന്ത്ര്യ ദർശനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമതായി മലങ്കരയിൽ ഒരു പുതിയ യുഗപ്പിറവിക്ക് കാരണമായി തീർന്ന കാതോലിക്കേറ്റ് സ്ഥാപനം, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ ഉൾഭരണ സ്വാതന്ത്ര്യം, ദേശീയത, തദ്ദേശീയത, ഭരണഘടന, ഭരണക്രമീകരണം എന്നീ വിഷയങ്ങളിലൊക്കെയും സ്വാതന്ത്ര്യം വളർത്തിയെടുക്കുവാനായി 1912 സെപ്റ്റംബർ 15 ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റ് സ്ഥാപിതമായി. വിദേശ മേൽക്കോയ്മ ഭാരത സഭയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള തന്ത്രത്തിൽ ഇനി വിധേയരാകുകയില്ല എന്ന ഉറച്ച നിലപാടോടുകൂടി മലങ്കര മൽപ്പാൻ സ്ഥാനം മുതൽ മെത്രാപ്പോലിത്ത സ്ഥാനം വരെ അലങ്കരിച്ച വട്ടശ്ശേരി തിരുമേനിയുടെ ത്യാഗത്തിന്റെ മുദ്രയാണ് കാതോലിക്കേറ്റ് സ്ഥാപനം. 1909 അന്ത്യോക്യ പാത്രിയർക്കീസ് മലങ്കരയിലെത്തി ആത്മീകവും ലൗകികവുമായ അധികാരം ആവശ്യപ്പെട്ടപ്പോൾ അത് സാധ്യമല്ല എന്ന് ഉച്ചസ്ഥിര നിലപാടെടുത്ത തിരുമേനിയെ അന്ത്യോക്യ പാത്രിയർക്കീസ് മുടക്ക് കൽപ്പിച്ചു. എന്നാൽ ആ മുടക്ക് പരിശുദ്ധ സഭയിൽ ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നതിനുള്ള പോരാട്ടം ഏറെ ശക്തമാക്കുവാൻ സഹായിച്ചു. 1912 കോട്ടയം സെമിനാരിയിൽ വെച്ച് തിരുമേനി ഇപ്രകാരം പറഞ്ഞു: എനിക്ക് എൻ്റെ പദവിയെക്കുറിച്ച് ആശങ്കയില്ല,
എന്റെ സ്ഥാനം വിട്ടൊഴിഞ്ഞ് തെണ്ടി നടക്കേണ്ടി വന്നാലും സഭയുടെ സ്വാതന്ത്ര്യവും സ്വയം ഭരണാവകാശവും നഷ്ടമാക്കുകയില്ല എന്ന വാക്കുകൾ നമ്മുടെ നെഞ്ചോടും ചേർത്ത് പിടിക്കാം. ചുരുക്കത്തിൽ ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റ് സ്ഥാപിക്കുന്നത് വഴിയായി പാത്രിയർക്കീസിന്റെ സ്ഥാനം അസ്തമന ബിന്ദുവിൽ എത്തിക്കുവാൻ പരിശുദ്ധ തിരുമേനിക്ക് സാധിച്ചു. വീണ്ടും സഭയുടെ സ്വത്തുക്കളെ കുറിച്ച് നടന്ന അവകാശ തർക്കത്തിലെ വട്ടിപ്പണ കേസിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മാർ കൂറിലോസിനെ വിജയിക്കുന്നത് തന്റെ 1911 മുതൽ 1928 വരെ നടത്തിയ പോരാട്ടത്തിന്റെ മഹാനേട്ടമായി തന്നെ നാം കണക്കാക്കണം. വട്ടിപ്പണ കേസിലെ സ്പെഷ്യൽ ജഡ്ജായിരുന്ന ജി ശങ്കരപിള്ളയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മലങ്കര സഭയുടെ ക്ഷേമത്തിനൊരു സത്യത്തിൻ സംരക്ഷണത്തിനായി ഉണർന്നു നിന്ന് പോരാടേണ്ടി വന്നു വട്ടശ്ശേരി തിരുമേനിക്ക്. തന്മൂലം വ്യാജമായ കുറ്റാരോപണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകേണ്ടി വന്നപ്പോഴും അതൊക്കെയും ഒരു ധീര യോദ്ധാവിനെ പോലെ താൻ സഹിച്ചു. മലങ്കര സഭയിൽ നിന്നായിരിക്കുന്ന സ്ഥാനത്ത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോട് നാം കടപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ ദർശനമാണ് മലങ്കരയിൽ സഭാ സമാധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ. 1923 ജൂൺ 26 കുണ്ടറയിൽ നിന്നും പുറപ്പെട്ട് 37 ദിവസങ്ങൾ ജീവൻ പോലും പണയപ്പെടുത്തിയെടുത്ത ആ യാത്ര അദ്ദേഹത്തെ മർദീനിൽ എത്തിക്കുന്നു. മർദീനിൽ 67 ദിവസങ്ങൾ താമസിച്ച് അന്ത്യോക്യ പാത്രിയർക്കീസുമായി സഭാ സമാധാന ചർച്ചകൾ നടത്തുകയുണ്ടായി. മലയാള മനോരമ ഓഫീസിലേക്ക് മർദീനിൽ നിന്നും ഒരു കേബിൾ സന്ദേശം അയച്ചു. ഹോളി പാട്രിയർക്ക് റിമൂവ് ദ ഇന്റർഡിക്റ്റ്. പാത്രിയർക്കീസ് തന്റെ മുടക്ക് പിൻവലിച്ചിരിക്കുന്നു, എന്നാൽ സഭയുടെ സ്വാതന്ത്ര്യം ആർക്കും അടിയറ വെക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മർദീനിൽ നിന്നും അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ കുന്നംകുളത്ത് നിന്നും പ്രസിദ്ധീകരിച്ച സഭാകാഹളം എന്ന മാസികയിൽ അദ്ദേഹത്തിന് നൽകിയ വിശേഷണമാണ് സഭാഭാസുരൻ എന്നുള്ളത്. പരിശുദ്ധ സഭയുടെ സ്വാതന്ത്ര്യം തുർക്കികളുടെ ആത്മീയ കൊളോണിയലിസത്തിന് ഇനി അടിയറ വെക്കില്ല എന്ന ഉറച്ച തീരുമാനവും മർദീൻ യാത്രയുടെ ഫലമായിട്ടുള്ളതായിരുന്നു. പരിശുദ്ധ സഭയിൽ 1911 മുതൽ 1931 വരെ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളെ ദീർഘമായ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഗ്രന്ഥമാണ് ഇസഡം പാറേട്ടിന്റെ നിത്യാക്ഷരങ്ങൾ എന്നുള്ളത്. സെമിനാരി കേസ്, സമരി കേസ്, കടമറ്റം കേസ്, കുന്നംകുളം കേസ്, പരുമല ചിട്ടി കേസ് എന്നിവയിലൊക്കെയും പരിശുദ്ധ തിരുമേനി നൽകിയിട്ടുള്ള സാക്ഷിമൊഴികൾ സത്യത്തിനും നീതിക്കും പക്ഷം ചേർന്നവയായിരുന്നു. മറ്റൊരു സുപ്രധാനമായ ചിന്തയാണ് 1934 ഭരണഘടനാ സ്ഥാപനം. ഭരണഘടനാ ശില്പി എന്ന നിലയിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ നാം നോക്കിക്കാണേണ്ടത് ആധുനിക യുഗത്തിലെ ഉരുക്കു മനുഷ്യനായിട്ടാണ്. 1934 ഡിസംബർ 26 കോട്ടയത്ത് വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പാസ്സാക്കുമ്പോൾ ഭാരതത്തിന് പോലും ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. ഭരണഘടനാ ചർച്ചകൾക്ക് വേദി ഒരുക്കുന്നതിനായി 1920 സുറിയാനി സഭ എന്ന ഒരു മാസിക പ്രസിദ്ധീകരിച്ച് അതിൽ ഭരണഘടനാ കരട് ബില്ല് പ്രസിദ്ധീകരിച്ചു. ഇതിൽ സ്ത്രീകൾക്ക് ഇടവക തലങ്ങളിലുള്ള വോട്ടവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. ക്രിയാത്മകവും വിമർശനാത്മകവുമായ ചർച്ചകൾക്കുള്ള സ്വാതന്ത്ര്യവും അവകാശവും അക്കാലത്തെ ആത്മായ പ്രമുഖന്മാർക്ക് ലഭിച്ചു എന്നുള്ളതും പ്രസക്തമായ സംഗതിയാണ്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ 156 വകുപ്പുകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഡ്രാഫ്റ്റ് കേരള കേസരി പത്രത്തിൽ 1932 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ചു. ഇതിൽ മർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക സിംഹാസനം വിശ്വാസികൾ സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള വകുപ്പ് എത്രയോ പ്രസക്തമാണ്. 1934 ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും റോയൽ കോടതി വിധികളുടെയും സുപ്രീം കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ ശാശ്വത സമാധാനത്തിനായി നടപടികൾ സഭയിൽ ഇനിയും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മർത്തോമൻ പൈതൃകവും പാരമ്പര്യവും ദർശനവും പ്രാവർത്തികമാകുകയുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം: നിങ്ങളുടെ ഭരണക്കാരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ വിശ്വാസത്തിൽ സാദൃശ്യപ്പെടുവീൻ. സർവസംഘ പരിത്യാഗിയായ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ക്രാന്തദർശിത്വവും ആന്തരിക വിശുദ്ധിയും ഉൾക്കാഴ്ചയും കൈമോശം വരാതെ കാത്തു സൂക്ഷിപ്പാൻ നമ്മുടെ വരും തലമുറയ്ക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Chest number 1204. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മാർത്തോമാ ശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാമക്കൾക്ക് ക്രിസ്തീശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവകൃപയാൽ ഇന്നേ ദിവസം നിങ്ങളുമൊത്ത് അല്പസമയം ചിന്തിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ മലങ്കര സഭ സ്വാതന്ത്ര്യ ദർശനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. മലങ്കര നസ്രാണികളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു ദശയായിരുന്നു തിരുമേനിയുടെ കാലഘട്ടം.
മലങ്കര സഭയുടെ സ്വകീകമായ സ്വാതന്ത്ര്യത്തിനും മലങ്കര നസ്രാണിയുടെ സ്വത്വത്തിന്റെ ആധാരമായ സത്യവിശ്വാസത്തിൽ അവനെ നിലനിർത്തുന്നതിനും സ്വജീവിതത്തെ അതികഠിനമായി സത്യവിശ്വാസത്തോടും ആത്മീക ആരാധനയോടും പൂർണ്ണ ദൈവിക ആശ്രയത്തിലോടും കൂടെ ജീവിച്ച് ഈ കാലത്തിൽ നിന്നും അദ്ദേഹം വിട പറഞ്ഞു. മാർത്തോമയുടെ മാർഗവും മാർത്തോമയുടെ വഴിപാടുകളും ആചരിച്ചു പോകുന്ന മലങ്കര നസ്രാണിയുടെ സമകാലീന ജീവിതത്തിൽ തങ്ങളുടെ കുറവുകൾ മൂലം അനവധേകം ത്യാഗപ്രമാണങ്ങൾ വന്നുവെങ്കിലും അതൊന്നും മനസ്സുവെക്കാതെ വന്യപിതാവിൻ്റെ കൃപയാൽ നമ്മൾ ഇന്ന് അന്തസ്സോടെ മലങ്കര സഭയിൽ ജീവിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വന്യപിതാവിൻ്റെ ആത്മീക ദർശനത്തിൽ ഇത്രയും ഉജ്ജ്വല പ്രാപിച്ചത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ Chest number 1205. ത്രിയേക ദൈവത്തിന് സ്തുതി. എന്നാൽ നീതിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും എന്ന ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തെ അന്വർത്ഥമാക്കിയ മലങ്കര സഭയുടെ ജ്വാലാമുഖിയായ കർമ്മയോഗിയായിരുന്നു ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി. അധിനിവേശങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ത്യാഗസുരഭിലമായ വീരഗാഥകൾക്ക് സാക്ഷ്യം വഹിച്ച ചരിത്രമുറങ്ങുന്ന മലങ്കരയുടെ മണ്ണിൽ പോരാട്ട വീര്യത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും വിശ്വാസധീരതയുടെയും കനൽ ഊതിത്തെളിയിച്ച് മാർത്തോമൻ നസ്രാണികളുടെ ആത്മാഭിമാനത്തെ ഹിമാദ്രിയോളം ഉയർത്തിയ മലങ്കര സഭാഭാസുരന്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ ഇന്നും ജനഹൃദയങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്നു. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മലങ്കര സഭ സ്വാതന്ത്ര്യ ദർശനം എന്ന വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നാം പ്രാഥമികമായി ചിന്തിക്കേണ്ട പ്രധാന വസ്തുത മലങ്കര നസ്രാണിയുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിപ്പടവുകൾ എവിടെ വേരൂന്നി നിൽക്കുന്നു എന്നുള്ളതാണ്. 1653 ജനുവരി 3 മട്ടാഞ്ചേരിയിൽ കൂനൻകുരിശിൽ ഒരു കയർ കെട്ടി തങ്ങളുടെ ചരിത്രത്തിന്റെ അടിയുരറ്റ പടവുകൾ കരുത്ത് കരങ്ങൾ കോർത്ത് മലങ്കര നസ്രാണികൾ ചെയ്ത നുവമാനുഖത്തെ നിശേഷം എതിർക്കുന്നതായും തങ്ങൾ ആചരിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനി പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുന്നതുമായ ആ സത്യം കുപ്രസിദ്ധമായ ഉദയംപേരൂർ സുനോദോസിന് ശേഷം ഭാരതം കണ്ട ആദ്യ ദേശീയ സ്വാതന്ത്ര്യ സമരമായ കൂനംകുരിശ് സത്യത്തിലേക്ക് മലങ്കര നസ്രാണിയെ നയിച്ചത് സ്വതന്ത്ര പരമാധികാര ദേശീയ സഭയെന്ന മലങ്കര നസ്രാണിയുടെ സ്വാതന്ത്ര്യ ദർശനമാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ മുഴക്കം പിന്നിട്ട കാലങ്ങളിലെ വ്യത്യസ്ത പടിയോലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പിന്തുടർച്ചയാണ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയിൽ കൂടി മലങ്കര സഭാ കാതോലിക്കേറ്റിന്റെ സ്ഥാപനത്തിൽ കൂടി പൂർത്തിയാവുന്നത്. തീപിടിച്ച ഒരു കാലഘട്ടത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ബലിഷ്ഠമായ അടിവേരുകളിൽ നിലയുറപ്പിച്ചുകൊണ്ട് സധൈര്യം അടരാടിയ സ്വര്യ പുരുഷന്റെ മൗലികവും നവീനവുമായ മലങ്കര സഭാ സ്വാതന്ത്ര്യ ദർശനത്തിന്റെ 4 തലങ്ങളിലൂടെ ദർശിക്കുവാൻ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നു. ഒന്നാമതായി സ്വയം ശീർഷകത്തിൽ അടിസ്ഥിതമായ സ്വാതന്ത്ര്യം. 2 കാതോലിക്കേറ്റിന്റെ സ്ഥാപനവും മലങ്കര സഭാ ഭരണഘടനയും. 3 കൗദാശിക സ്വാതന്ത്ര്യം. 4 വൈജ്ഞാനിക സ്വാതന്ത്ര്യം. സ്വയം ശീർഷകത്തിൽ അടിസ്ഥിതമായ സഭാ സ്വാതന്ത്ര്യം. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ സഭാ സ്വാതന്ത്ര്യത്തിന്റെ പരിണാമങ്ങൾ 19, 20 നൂറ്റാണ്ടുകളിലെ സഭാചരിത്രവുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്നു. സഭയുടെ സ്വയം ഭരണം, സ്വയം ശീർഷകത്വം എന്നീ ബൃഹത്തായ ആശയങ്ങളിൽ ഊന്നി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി, പരിശുദ്ധ പലമേരി തിരുമേനി എന്നെ ഗുരുവിനെ പോലെ പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിച്ച മഹിത ആചാര്യനായിരുന്നു. സഭാ സ്വാതന്ത്ര്യ ദർശനത്തെ പറ്റി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി തന്നെ പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാത്ത രീതിയിൽ അന്ത്യോക്യൻ, അർമീനിയൻ, ഈഗുപ്തായ സഭകളുമായുള്ള സംബന്ധം മേലാലും പാലിക്കപ്പെടേണ്ടതും സഭയുടെ വിശ്വാസവും നിർമ്മലതയും കാത്തു സൂക്ഷിക്കുവാൻ സ്ഥാപിക്കപ്പെട്ട പൗരസ്ത്യ കാതോലിക്കയെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും അന്ത്യോക്യ സിംഹാസനത്തിന് കൊടുത്തിരിക്കുന്ന ഭക്തി അവർ ചൂഷണത്തിന് മുഖാന്തരങ്ങളായി കാണുന്ന പക്ഷം അതിന്റെ കണിക പോലും അവശേഷിക്കാതെ അവരുമായിട്ടുള്ള ബന്ധം പിരിയുവാൻ തക്കവണ്ണം നാം നിർബന്ധിതരായി തീരണം എന്നുള്ളതുമായിരുന്നു. എക്യൂമനിസത്തിന്റെയോ സമാധാനത്തിന്റെയോ പേരിൽ പാരതന്ത്ര്യത്തെ പുൽകാതെ സഭകളുടെ അധികാര കൈകടത്തിന്മേലുള്ള സഭകളുടെ അധികാര ആവശ്യങ്ങളിലുള്ള കൈകടത്തലിനെതിരെ ശക്തമായി പ്രതികരിച്ചു തിരുമേനി. മലങ്കര സഭയുടെ സ്വത്ത് മലങ്കരയുടെ മക്കളുടേതാണെന്നും അത് ആരുടെയും മുന്നിൽ ഞാൻ അടിയറ വെക്കുവാൻ സമ്മതിക്കയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത പരിശുദ്ധ തിരുമേനി. അതുകൊണ്ട് തന്നെയാണല്ലോ 1911 അബ്ദുള്ള പാത്രിയർക്കീസ് തന്നെ മുടക്കിയപ്പോൾ ഞാനൊരു സ്വർണ്ണഹാരമായി എൻ്റെ കഴുത്തിൽ അണിയുന്നു എന്ന് പറഞ്ഞ ദൃഢനിശ്ചയത്തോടു കൂടി അത് ഏറ്റുവാങ്ങിയത്. ഇത്തരത്തിൽ സ്വയം ശീർഷകത്തിൽ അടിസ്ഥിതമായ സഭാ സ്വാതന്ത്ര്യത്തെ മലങ്കര നസ്രാണിയുടെ തീവ്ര വികാരമായ മാർത്തോമൻ പൈതൃകത്തിലൂടെ മലങ്കര സഭയുടെ നെഞ്ചോട് ചേർത്ത മലങ്കര സഭാ സ്വാതന്ത്ര്യത്തിന്റെ കാവൽ ഭടനാണ് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനി. രണ്ടാമതായി മലങ്കര സഭാ ഭരണഘടനയും കാതോലിക്കേറ്റിന്റെ സ്ഥാപനവും. വ്യവഹാരരഹിത സഭ എന്ന തന്റെ നിതാന്ത സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു 1912 മലങ്കര സഭയിലെ കാതോലിക്കേറ്റ് സ്ഥാപനം. അതോടുകൂടി മലങ്കര ഓർത്തഡോക്സ് സഭ എക്കാലത്തേക്ക് സ്വതന്ത്ര സഭയാക്കി മാറ്റി. 1934 ഭാരതത്തിന് ഭരണഘടന ഉണ്ടാകുന്നതിന് 16 വർഷങ്ങൾക്ക് മുമ്പ് എപ്പിസ്കോപ്പസിയുടെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ സമഞ്ജസമായി സമ്മേളിപ്പിച്ച് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയെടുത്തിയ മലങ്കര സഭയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മലങ്കര സഭാ ഭരണഘടന ഇന്നും ഏറെ ശോഭയോടെ മലങ്കര സഭയുടെ കോട്ടയായി നിലനിൽക്കുന്നു. പരിശുദ്ധ പിതാവ് പടുത്തുയർത്തിയ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇന്നും സഭയുടെ ഓജസ്സും തേജസ്സുമായി പരിലസിക്കുന്നു. മൂന്നാമതായി കൗദാശിക സ്വാതന്ത്ര്യം. ദൈവത്തിന്റെ സഭ സ്വതന്ത്രവും സ്വയം ശീർഷത്വം ഉള്ളതാവുന്നത് അത് കൗദാശിക സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴാണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് സഭയുടെ കൂദാശകൾ യഥാവിധി അതിന്റെ സത്വത്തെയും സത്യവിശ്വാസത്തെയും അടിസ്ഥാനമാക്കിയാണെന്നും വേദവിപരീതങ്ങൾ അതിനെതിരെ കടന്നു വരുവാൻ പാടില്ല എന്നും നിഷ്കർഷിച്ചു. നാലാമത് സഭയുടെ വൈജ്ഞാനിക സ്വാതന്ത്ര്യത്തെ മുൻനിർത്തി കാനോനിക പ്രമാണങ്ങളെ സഭയ്ക്ക് വ്യാഖ്യാനിച്ചു നൽകി ആർക്കും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം മതോപദേശ സാരം എന്ന മനോഹര മാല മലങ്കര നസ്രാണികളുടെ കഴുത്തിൽ ചാർത്തി. നിറയ്ക്കാനാവാത്ത വിടവും പകരം വയ്ക്കാനാവാത്ത ഇടവും കാലത്തിനോ മറവിക്കോ മയക്കാനാവാത്ത ഒട്ടനവധി നിക്ഷേപങ്ങളും മരങ്കിഴിയുടെ ചെപ്പിൽ കോറി നിറച്ചിട്ടാണ് ആ ആൾ രൂപം വിടവാങ്ങിയത്. ഏറെ ശോഭയോടെ മാർത്തോമൻ നസ്രാണികൾ തലമുറയെ കൈമാറുത്തുന്ന മാർത്തോമൻ ബീശുബ ഏറെ ശോഭയോടെ ഏറെ അഭിമാനത്തോടെ നമുക്കും വരുതലമുറകൾക്കായി കൈമാറാം. ചോര ചുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഏവരുമേ, ഇതിൽ പങ്കെടുത്ത 5 പേരുണ്ടായിരുന്നു. അവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്കൊരു കാര്യം പറയുവാനായിട്ടുള്ളത്, സോണൽ ലെവലിലെ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ വെറും 5 വ്യക്തികൾ മാത്രമേ ഇവിടെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ളായിരുന്നു. അതെനിക്ക് തന്നെ ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം OCYM എന്നൊക്കെ സോണൽ ലെവൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയൊരു തിരുമാല അടിക്കുന്ന രീതിയിലുള്ള ഒരു ആണ് എനിക്ക് കേട്ടിട്ടുള്ളത് ഇതുവരെ വന്നിട്ടുള്ള UA ലെവലിൽ. പക്ഷെങ്കിൽ ഈവൻ ഞാൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എങ്കിലും ഈ ഒരു പ്രസംഗ വിഷയത്തിൽ ഞാനിതിൽ പങ്കെടുത്തു. അതിലൊരു മാർക്കിടാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ വലിയ സന്തോഷത്തോടെ വന്നേ, സത്യം പറഞ്ഞാൽ. അതും ഇതുപോലൊരു സബ്ജക്റ്റ് വട്ടശ്ശേരി മേത്തരിമിൻ്റെ ഘോരഘോര സംസാരിക്കുവാൻ തക്കവണ്ണം നമുക്ക് 7 മിനിറ്റ് മാത്രമേ ഇവർക്ക് കൊടുത്തിട്ടുള്ളൂ. 70 മിനിറ്റ് കൊടുത്താലും ഇവരെ കൊണ്ട് പറഞ്ഞു തീരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ വിരളരെണ്ണാന്ന 5 പേര് മാത്രം വന്ന് സംബന്ധിച്ചതിൽ എനിക്ക് വളരെ പ്രയാസമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടവർ
അടുത്ത വർഷമെങ്കിലും നല്ല രീതിയിൽ ഇത് നടത്തുവാൻ തക്കവണ്ണം ഇതിന് മുൻകൈ എടുക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടും എന്ന് പ്രഖ്യാപിച്ച ഭാരത സ്വതന്ത്ര സമര തേരാളി ബാലഗംഗാധര തിലകനിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം കാണിച്ച തീഷ്ണത, അതേ തീഷ്ണത തന്നെ ആയിരുന്നു വട്ടശ്ശേരി തിരുമേനി നമ്മുടെ സഭയ്ക്ക് വേണ്ടി പോരാടി അതിൽ കൂടി വിജയശ്രീ ലാളിതനായത്. കാതോലിക്കറ്റ് സ്ഥാപനത്തെ പറ്റിയും അതുപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായ ദർശനങ്ങളെ പറ്റിയും, ദർശനത്തിൻ്റെ പശ്ചാത്തലവും ദർശനത്തിൻ്റെ ഘടകങ്ങളും അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ ശാശ്വത ഫലങ്ങളെ പറ്റിയും ഇവിടെ സംസാരിച്ചു. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ തീഷ്ണത, സഭയോടുള്ള ആഴമേറിയ പ്രതിബദ്ധത, ആരാധനാ ജീവിതം, പിന്നെ വേറൊരാൾ പറഞ്ഞത് പുതിയ യുഗം. അത് നമുക്ക് അറിയാം, കാതോലിക്കറ്റ് സ്ഥാപനം 1912 നടന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ വന്നിട്ടുള്ള വേറെ ഒരു 4 വിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യത്തെപ്പറ്റി, സഭയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സ്വയം ശീർഷകത്വവും, അതുപോലെ തന്നെ 1912 കാതോലിക്കറ്റ് സ്ഥാപനവും, കൗദാശിക സ്വാതന്ത്ര്യവും, വൈജ്ഞാനിക സ്വാതന്ത്ര്യവും, ഇതൊക്കെ നമ്മൾ അടിവരയിട്ട് ഓരോന്നോരോന്നായി പഠിച്ചു വരുമ്പോൾ ശരിക്കും വട്ടശ്ശേരി തിരുമേനി എന്ന് പറയുന്നത് ആള് മലങ്കര സഭയിലെ മോശ എന്ന് പറയുന്നതിൽ 2 പക്ഷമില്ല. നമുക്കറിയാം, 76-77 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹം എന്ന് പറയുന്നത് വചനത്തിൻ്റെ ഒരു രാജാവായിരുന്നു, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ ജീവിതത്തിൽ മലങ്കര സഭ എന്നും ഓർക്കുന്ന, കൊച്ചു കുട്ടി തൊട്ട് പ്രായമായുള്ളവരെ ഓർക്കുന്ന ഒരു തിരുമേനിയാണ് വട്ടശ്ശേരി തിരുമേനി. നമുക്കറിയാം, നമ്മുടെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഇപ്പോഴും നമ്മൾക്കൊക്കെ ഘോരം പറയാൻ തക്കവണ്ണം ഇഷ്ടം പോലെ സബ്ജക്റ്റുകളും അതേ അനുഭവങ്ങളും അതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വിഷയങ്ങൾക്കപ്പുറമായി സ്വന്തം അനുഭവത്തിൽ കൂടി അനുഭവിച്ചിട്ടുള്ള ഓരോ വ്യക്തികളും ഇവിടെ ഉണ്ടാകാം. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സഭയിലുള്ളത് എന്നും സഭയ്ക്കൊരു അനുഗ്രഹമാണ്. നമുക്കൊരു ജീവിതത്തിലെ ഒരു മകുട ഉദാഹരണമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഇത്രയും മാത്രമാണ് എനിക്കിവിടെ ഇപ്പോൾ പറയാനായിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വന്ന് പറയാം. ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡൽഹി ഭദ്രാസനത്തിലുള്ള ഗൾഫ് കോർഡിനേറ്റർ പ്രസാദ് വർഗീസ്, UAE സോണലിൻ്റെ സെക്രട്ടറി ഡെന്നി, വനിതാ കോർഡിനേറ്റർ ഷൈജു രാജൻ, ഇടവകയുടെ സെക്രട്ടറി വർഗീസ് കെ ചെറിയാൻ, OCYMൻ്റെ വൈസ് പ്രസിഡന്റ് ഷാൻ, ട്രഷറർ ജസ്റ്റിൻ, സെക്രട്ടറി ജോസ്, ഇന്നത്തെ പ്രസംഗ മത്സരത്തിൻ്റെ വിലയിരുത്തിയ ജഡ്ജസ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വട്ടശ്ശേരിൽ മാർ ദിവന്യാസിയോസ് തിരുമേനിയുടെ 12ാമത് പ്രസംഗ മത്സരമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസംഗ മത്സരത്തിൻ്റെ പ്രസംഗങ്ങൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഊർജത്തോടു കൂടിയ പ്രസംഗങ്ങൾ കേൾക്കുവാൻ നമുക്ക് സാധ്യമായി. അനുഗ്രഹപ്രദമായി 12 വർഷവും ഇതിനെ നടത്തിക്കൊണ്ടു പോകുവാൻ തക്കവണ്ണം ഈ ഇടവയിലെ യുവജന പ്രസ്ഥാനത്തിന് സാധ്യമായി എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും ഇതിന് മുടക്കം വരാതിരിക്കാൻ തക്കവണ്ണം പ്രത്യേകം ആ കാലയളവിലുള്ളവർ അതിന് നേതൃത്വം നൽകിയിരുന്നതുകൊണ്ട് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. മത്സരത്തിൽ വിജയി ആരായിരിക്കും എന്നുള്ള ഒരു ചോദ്യം നമുക്ക് കേട്ടതായ വാക്കുകളുടെ ഊർജ്ജത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ തക്കവണ്ണം ഇടയാകുകയില്ല. കാരണം എല്ലാ പ്രസംഗങ്ങളും ഒന്നിന് ഒന്ന് മെച്ചമായിരുന്നു, മികച്ചതുമായിരുന്നു. കഴിഞ്ഞ 3 വർഷവും ഈ ഇടവയിൽ സേവനമനുഷ്ഠിച്ചപ്പോഴുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ ഇതിനുവേണ്ടിയുള്ളതായ പ്രസംഗ വിഷയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. സാധാരണ കുർബാന ചൊല്ലി പോവുകയാണെങ്കിൽ സാധാരണ പോലെ തന്നെയുള്ള ക്രമം അങ്ങ് ചൊല്ലിയാൽ മതി, യാതൊരു പ്രശ്നവുമില്ല.
പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ കൊടുക്കേണ്ടിയിരിക്കുന്ന വിഷയങ്ങൾ വളരെ വിലയേറിയതും സ്പർശനീയവുമായിരിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷവും വളരെ സ്പർശനീയമായ ഒരു വാചകമായിരുന്നു വട്ടശ്ശേരി തിരുമേനിയുടെ സന്യാസ ദർശനത്തെക്കുറിച്ചുള്ളത്. ഈ വർഷവും ഒരു വിഷയം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ ഈ ചോദ്യം നേരത്തെയും കേട്ടിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞുവെങ്കിലും ഒരു പുതിയ ഒരു ശൈലിയാണ് കൊടുത്തത്. മലങ്കര സഭയിൽ വട്ടശ്ശേരി തിരുമേനി സഭ ദർശനം, സ്വാതന്ത്ര്യ ദർശനം എന്നുള്ളതായ ഒരു ടോപ്പിക്കാണ് ഈ വർഷവും കൊടുത്തത്. അതിനോട് നീതി പുലർത്തുവാൻ തക്കവണ്ണമായിട്ട് പലരും അതിനകത്ത് ശ്രമിച്ചു. പലപ്പോഴും നമ്മൾ വട്ടശ്ശേരി തിരുമേനിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ളതായ കഥകൾ സ്ഥിരമായി നമ്മൾ കേട്ടുവരും. ഇടയ്ക്കിടയ്ക്ക് ഇതേ പ്രസംഗം തന്നെയാണ് നമ്മൾ പരിമല തിരുമേനിയുടെ ചരിത്രം പ്രസംഗ മത്സരം വെച്ചാലും വട്ടശ്ശേരിയിൽ നിന്നുള്ളത് മാറ്റിയിട്ട് പരിമല തിരുമേനി എന്നുള്ളത് ചേർത്താൽ മതി. ഇതേ പ്രസംഗം തന്നെ നമുക്ക് പ്രസംഗിക്കാവുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തമായതാണ് ഞാൻ പ്രതീക്ഷിച്ചതും. അങ്ങനെയുള്ളൊരു നിലവാരമാണ് നമ്മളിതിന് നോക്കിയത്. സത്യത്തിൽ വട്ടശ്ശേരി തിരുമേനിയുടെ ഈ ഒരു പ്രസംഗ വിഷയം മലങ്കര സഭാ സ്വാതന്ത്ര്യ ദർശനം എന്നാണ് കൊടുത്തിരുന്നത്. സഭാ സ്വാതന്ത്ര്യ ദർശനം. എന്താണ് മലങ്കര സഭാ സ്വാതന്ത്ര്യം? ഇന്നും മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് ആർക്കെങ്കിലും കൈപൊക്കി പറയാൻ പറ്റുമോ? ഇന്നും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും ഇന്നും ഭാരതത്തിന് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ഭാരതത്തിന് സ്വാതന്ത്ര്യമില്ല. ഭാരതത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് അനേക വ്യക്തികളാണ്. അപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയാനൊക്കെയില്ല. എന്ന് പറയുന്നത് പോലെയാണ് മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതായ ഉത്തരം തന്നെയാണ്. കാരണം ഇന്നും നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യവഹാര യുദ്ധങ്ങളിലൂടെയാണ്. ഓരോ ദേവാലയങ്ങളിലും അതിൻ്റേതായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദേവാലയങ്ങളിലെ യുദ്ധങ്ങൾ നോക്കിയാലും അതിനുശേഷവും നമുക്ക് കാണാൻ കഴിയും സഭകൾ തമ്മിലുള്ള പ്രതിസന്ധികൾ. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഇങ്ങനെ അലയടിക്കുമ്പോൾ ഇതിനെ ഒരു സ്വാതന്ത്ര്യ ദർശനമെന്ന് നമുക്ക് പറയാനൊക്കെയില്ല. പിന്നെ വട്ടശ്ശേരി തിരുമേനിയുടെ ദർശനം എന്തായിരുന്നു? അദ്ദേഹം അനുഭവിച്ചിരുന്നതായ അനേക പീഡനങ്ങളുണ്ട്. ആ പീഡനങ്ങൾ ഒന്നും തന്നെ ഇനിയും അടുത്ത തലമുറകൾക്കുണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമായിരുന്നു. അദ്ദേഹം കൊടുത്ത വലിയൊരു ദർശനമാണ്. ഇനിയുമെങ്കിലും ഇവിടെ പല പ്രസംഗകരും അത് സൂചിപ്പിക്കുകയുണ്ടായി. കൂനം കുരിശും അതുപോലുള്ളതായ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തി പറയുകയുണ്ടായി. അതുപോലുള്ളതായ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും വന്നതായ പ്രതിസന്ധി ഇനിയും മലങ്കര മക്കൾക്കുണ്ടാകാതിരിപ്പാൻ തക്കവണ്ണം അദ്ദേഹം വളരെ ചിട്ടയോടുകൂടിയ ഒരു ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടാക്കിയെടുത്തതാണ് മലങ്കര സഭയുടെ ഭരണഘടന. ആ ഭരണഘടനയ്ക്കനുസരിച്ച് സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുവാനും ക്രമീകൃതമാക്കുവാനും തക്കവണ്ണം അദ്ദേഹം ശ്രമിച്ചു. ഇന്ന് 2024 ഒരു മലങ്കര സഭയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി, 2024 മലങ്കര സഭയിലേക്ക് കയറുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഈ സഭയെക്കുറിച്ച് എന്ത് നിലപാടുകൾ കണ്ടെത്തണം എന്നുള്ളത് ആയിരുന്നു അന്നത്തെ സഭാവാസുരൻ എടുത്തതായ നിലപാടുകൾ. അദ്ദേഹം വീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ദർശനം അതായിരുന്നു. ഈ സഭ അനുഭവിച്ചതായ യാതനകളും പീഡനങ്ങളും വരും കാലങ്ങളിൽ അനുഭവിപ്പാൻ ഇടയാകരുത്. യുദ്ധങ്ങളും അക്രമങ്ങളും അസമാധാനങ്ങളും ഒക്കെ ദേവാലയങ്ങളിൽ നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഭരണഘടന അതിനിന്നും അടിയുറപ്പുണ്ട്. അതിന്മേൽ നിന്നുകൊണ്ടാണ് സഭ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാലയളവിലുള്ള ആളുകൾക്ക് അതിനെ എത്രമാത്രം പ്രസക്തിയോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്ത് സഭയെ ഒരു സ്വാതന്ത്ര്യ സഭയായി മറ്റുള്ളവരുടെ മുമ്പാകെ മാതൃകാപരമായി കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഈ തലമുറയ്ക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കുമൊക്കെ ഇതിനകത്ത് ഭാഗവത്താണ്. നമ്മുടെ ഷമ്മൽ സാറ് പറഞ്ഞതുപോലെ പ്രസംഗിക്കുവാൻ ആളുകൾ കടന്നു വന്നത് വളരെ ശോചനീയമായി എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു തീഷ്ണത, നമുക്ക് ഇതുമായുള്ള ബന്ധങ്ങൾ നമുക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ട്. നമുക്കിതൊന്നും ഇല്ലായെങ്കിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ കടന്നു വരാൻ തക്കവണ്ണം ഇടയാകാത്തത്. അതുകൊണ്ട് 12ാമത്
പ്രസംഗ മത്സര പരിപാടി ഇവിടെ ഈ പ്രാവശ്യവും നിറവേറ്റുവാനും സഭാദർശനം, സ്വാതന്ത്ര്യത്തിൻ്റെതായ ദർശനം ലഭ്യമാകണമെങ്കിൽ, ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടേതായ സഭയോടുള്ളതായ കൂറും ഭക്തിയും ബഹുമാനവും ആദരവുകളും നമ്മൾ യഥാവണ്ണം ദൈവത്തോട് കാണിക്കുന്നതായ നല്ലതാക്കി തീർക്കുന്നുവെങ്കിൽ മാത്രമേ ഇതിന് ഭംഗിയായ ഒരു നിലനിൽപ്പ് ഉണ്ടാകുവാൻ തക്ക ഇടയാകുകയുള്ളൂ. അതിന് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോഴ് ആശംസാ പ്രസംഗത്തിനായിട്ട് പേരുകൾ വിളിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു ദിവസത്തിൻ്റെ ഈ പ്രത്യേകതകൾക്ക് വേണ്ടിയുള്ളതായ ആശംസാ പ്രസംഗം നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഏവരെയും ഒറ്റവാക്കിൽ സ്വാഗതം അരുളുകയും അതുപോലെ തന്നെ ഈ സംരംഭത്തെ വിജയമാക്കി തീർക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വാക്കുകളെ നിർത്തും. ആശംസാ പ്രസംഗത്തിനായി ഡൽഹി ഡയസിസ് ഗൾഫ് റീജിയൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മിസ്റ്റർ പ്രസാദ് വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ആദരണീയനായ ജോൺസൺ അയ്യപ്പച്ചൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരങ്ങളെ, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആശയവും ആവേശവുമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അംഗങ്ങളെ, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി ആ പിതാവിൻ്റെ സ്മരണയെ അയവിറക്കുന്ന ഈ പ്രസംഗ മത്സരത്തിൽ അതിന് ഭാഗവത്താകുവാൻ, അവിടെ വന്ന് സംബന്ധിക്കുവാൻ കിട്ടിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദി തോന്നിയ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. 12 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച ഈ പ്രസംഗ മത്സരം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നടന്നു വന്നിരുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതനുസരിച്ച് ഇതിൽ വന്നു പങ്കെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതിനെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ അംഗങ്ങളെ ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, ഇത് കാണുവാനും ഇത് കേൾക്കുവാനും ശ്രവിക്കുവാനുമുള്ള യൂണിറ്റിൽ നിന്നുള്ള അംഗങ്ങളെയും കൂടെ കൂടുതൽ പങ്കെടുപ്പിക്കുവാനുള്ള ഒരു ശ്രമം എല്ലാ യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. മലങ്കര സഭ എന്ന ആ ഒരു ധർമ്മഗോപുരത്തെ വൈദേശികവും നമ്മുടെ ഇടയിലുമുള്ള പലവിധമായ ആശയാരോപണങ്ങൾ നേരിട്ടപ്പോൾ അതിനെയൊക്കെ പ്രാർത്ഥന എന്ന ഒറ്റ കവചം കൊണ്ട് കാത്തുപരിപാലിച്ച ആ പുണ്യപിതാവ് നമ്മുടെ സഭയുടെ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി തൻ്റെ ജീവിത അവസാനം വരെ പോരാടിയ ഒരു പിതാവ്. ആ പിതാവിൻ്റെ ഓർമ്മയെ അനുസ്മരിക്കുമ്പോൾ അത് UAE സോണിൽ മാത്രമല്ല, മലങ്കര സഭ മുഴുവൻ അതിൻ്റെ ആശയങ്ങൾ, അതിൻ്റെ ആ പിതാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ആശയങ്ങൾ എല്ലാവരും വ്യാപിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള പ്രസംഗ മത്സരം കൊണ്ട് നമുക്കിടയാകണം. നമ്മുടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരിലേക്ക് എത്തിക്കുവാനും ഏറ്റവും നല്ല ഒരു മത്സരമാണ് നാം ഇവിടെ നടത്തുന്നത്. നമ്മുടെ സഭയെ സംരക്ഷിക്കുകയും ഇനി ഒരിക്കലും ഒരു വ്യക്തിക്ക് പോലും ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത വിധം ഒരു ചട്ടക്കൂടിനുള്ളിലാക്കിക്കൊണ്ട് 34 എന്ന ആ സുവർണ ഭരണഘടന നമ്മുടെ സഭയ്ക്ക് വേണ്ടി നൽകി തന്ന ആ പുണ്യപിതാവിൻ്റെ പേരിലുള്ള ഈ പ്രസംഗ മത്സരം വീണ്ടും മികച്ച ഉന്നതമായ രീതിയിൽ നടത്തുവാൻ ഇവിടുത്തെ ദേവാലയത്തിനും
ഇവിടുത്തെ യൂണിറ്റിനും കൂടാതെ UAE സോണിലെ എല്ലാ യൂണിറ്റുകൾക്കും അതിനുള്ള ഒരു ചെയ്യേണ്ടതായ കർത്തവ്യമുണ്ട്. അവർക്കതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും യുവജന പ്രസ്ഥാനം ഡൽഹി ഡയോസിസിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി OCYM സോണൽ സെക്രട്ടറി മിസ്റ്റർ ഡെന്നിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യാച്ചൻ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതിനൊരു കാരണം, എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിക്കുവാൻ കാരണം എൻ്റെ ഇടവക എന്നെ തിരഞ്ഞെടുത്തെങ്കിലും ഈ പ്രസംഗ മത്സരത്തിന് അതിൻ്റെ ഒരു ഭാഗം ആകുവാൻ കഴിഞ്ഞു. അതിലുമുപരി ഒരു മലങ്കര സഭാ വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് വട്ടശ്ശേരി തിരുമേനിയെ പറ്റി പഠിക്കുവാൻ ഈ പ്രസംഗ മത്സരത്തിലൂടെ എനിക്ക് സാധിച്ചു. നമ്മൾ വട്ടശ്ശേരി തിരുമേനിയെ പറ്റിയൊക്കെ പലപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ ദീർഘവീക്ഷണശാലിയായ ആ തിരുമേനിക്ക് അന്ന് 1934 ഭരണഘടനയെന്ന് നമ്മൾ അടിവരയിട്ട് പറയുമ്പോൾ അന്നുള്ള നിയമസംഹിതകളെ വെല്ലുവിളിക്കാതെ പിന്നീടുണ്ടായ നിയമസംഹിതകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണഘടന വിഭാവനം ചെയ്യുവാൻ ആ തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്താം. കാരണം ഈ മഹാനിധിയായ മനുഷ്യൻ്റെ സങ്കടപ്പെട്ടിരിക്കുന്ന 2 സന്ദർഭങ്ങളാണ് ഞാൻ ആ ജീവചരിത്രം പഠിച്ചപ്പോൾ കണ്ടത്. പാത്രീർക്കീസിൽ നിന്നൊക്കെ ഇത്രയും പീഡനങ്ങളൊട്ട് ഒറ്റപ്പെട്ട് നിന്നപ്പോഴും അവിടുന്ന് തലകുനിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. മറിച്ച് ആനപ്പാപ്പി എന്ന സന്തത സഹചാരിയെ പാത്രീർക്കീസ് വിഭാഗം കൊലയാളികൾ വിട്ട് വധിച്ചപ്പോഴും, രണ്ടാമത്തെ സന്ദർഭം അതിലുമുപരി സ്വന്തം കൂടപ്പറപ്പിനെ പോലെ സ്നേഹിച്ച, പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് മാറിപ്പോയ PT ഗീവർഗീസ് എന്ന ഈവാനിയോസ് തിരുമേനി സഭ വിട്ടുപോയപ്പോഴുമാണ്. ഈവാനിയോസ് തിരുമേനി സഭ വിട്ടുപോയ ആ സന്ദർഭം ചരിത്രകാരന്മാർ പിന്നീട് ഇങ്ങനെയാണ് സാക്ഷീകരിക്കുന്നത്. ഈവാനിയോസ് തിരുമേനി MA വരെ പഠിപ്പിച്ചു. സഭയുടെ മുന്നോട്ടുള്ള ഇത് കണ്ടുകൊണ്ട് വിദേശ യാത്രയിലേക്ക് പോകുമ്പോൾ സഭയുടെ സ്കൂളുകളൊക്കെ വട്ടശ്ശേരി തിരുമേനി ആ പുത്രവാത്സല്യത്താൽ ഒരുപക്ഷെ കാതോലിക്ക ബാവയേക്കാൾ അധികമായി സ്നേഹിച്ചുകൊണ്ട് എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വഞ്ചിച്ചു എന്നറിഞ്ഞപ്പോൾ പിന്നീട് അവിടത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. അപ്പോഴാണ് പുത്തങ്കാവിൽ PT ഗീവർഗീസ് എന്ന ഷമ്മാശനെ പറ്റി അറിയുന്നത്. ആ PT ഗീവർഗീസ് ഷമ്മാശനെ തേടിപ്പോകുന്ന ഒരു രംഗം ഇപ്രകാരമാണ് എഴുതിയേക്കുന്നത്. കോട്ടയം ചെറിയ പള്ളിയിൽ പതിവിലും വിപരീതമായി പ്രാർത്ഥനയ്ക്ക് ശേഷം മലങ്കര മെത്രാപ്പോലിത്ത തെക്കോട്ട് ഡ്രൈവറോട് പറഞ്ഞു കാറ് പോകുവാൻ വേണ്ടി. ആ പോകുന്ന രംഗത്തിൽ മലങ്കര മെത്രാപ്പോലിത്ത അന്ന് രാജാവിനെ പോലെയാണ് മലങ്കര മെത്രാപ്പോലിത്ത കടന്നു വരുന്നത്. തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് കണ്ടിട്ട് വൈദികനായ ആ പിതാവ് എന്ത് ചെയ്യണമെന്നറിയാതെ സ്തബ്ധനായി നിൽക്കുന്നൊരു അവസരമുണ്ട്. വട്ടശ്ശേരി തിരുമേനി പ്രായാധിക്യമുണ്ട്. ഭവനത്തിലേക്ക് കയറി ഷമാശനോട് പറഞ്ഞു പുറത്തിരിക്കുവാൻ വേണ്ടി. സ്വീകരണ റൂമിൽ അന്നത്തെ നമ്മുടെ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ പിതാവിനോട് പറയുന്നുണ്ട് ഈ ഈവാനിയോസ് തിരുമേനിയുടെ ചതിയെ പറ്റി. മലങ്കര മെത്രാപ്പോലിത്തയുടെ കണ്ണുനീര് താഴെ വീഴാതിരിക്കുവാൻ വേണ്ടി ആ വൈദികനായ പിതാവ് പരിശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇറങ്ങാൻ നേരത്തൊരു കാര്യം പറഞ്ഞിട്ടാണ് അവിടെ ഇറങ്ങുന്നത്. ഇത്രയുമേ ഉള്ളൂ, എനിക്ക് തൻ്റെ മകനെ വേണം. MA സെക്കൻഡ് ക്ലാസ്സുകാർ ആ റാങ്കോട് പാസ്സായ മകനോട് 2000 രൂപ സ്ത്രീധനമായിട്ട്, അന്ന് MA വരെ പഠിച്ച ഒരു ഷമാശനായ വൈദികന് സ്ത്രീധനമായിട്ട് കിട്ടും. അതിലുമുപരി അധ്യാപക വൃത്തിക്ക് അന്നത്തെ തുക 5 രൂപ എങ്ങാണ്ടാണ്. ഇന്നത്തെ ലക്ഷങ്ങൾ വിലമതിക്കും. അതുമല്ലാതെ സഭയിലുള്ള സ്ഥാനം പറഞ്ഞിട്ടിറങ്ങുന്ന ഇത്രയുമാണ്. ദൈവവേലയ്ക്കായിട്ട് മെത്രാപ്പൊലീത്തയുടെ ഗണത്തിലേക്ക് ഞാൻ ഗീവർഗീസ് ഷമാശനെ വിളിച്ചെടുപ്പിക്കുവാൻ ഞാൻ വാക്ക് പറയുന്നു ദൈവത്തോട്, എനിക്കത് വിട്ടുതരണമെന്ന്. ഈ പ്രസംഗ മത്സരമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സഭയെപ്പറ്റി ആഴത്തിൽ പഠിക്കുവാൻ വേണ്ടിയാണ്. ഈ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൻ്റെ സംഘാടകർ ഏറ്റവും അതിൻ്റെ എഫേർട്ട് എടുത്തു. പല യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങളെ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി. നിർഭാഗ്യവശാൽ അത് 5 പേരായിട്ട് കുറഞ്ഞു. പക്ഷേ അടുത്ത വർഷം ഒരിക്കലും ഈ ഒരു സംഘടന ഒരു സംഭവം നിർത്തരുതെന്ന് തന്നെയാണ് എൻ്റെ താഴ്മയായിട്ടുള്ള അപേക്ഷ. അതിന് അവർക്ക് 30, 60, 100 മിനിയായിട്ട് ബലമുണ്ടാകട്ടെ. ഇതിന് ഇങ്ങനെയൊരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ച ഈ യൂണിറ്റിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി അലൈൻ ഇടവകയുടെ സെക്രട്ടറി മിസ്റ്റർ വർഗീസ് കെ ചെറിയാനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ, കാലത്തിനും സമയത്തിനും മറവിക്ക് പോലും മറക്കാൻ സാധിക്കാത്ത ഒരു നിക്ഷേപത്തെ മലങ്കര സഭയുടെ ചെപ്പേടിൽ നിക്ഷേപിച്ചിട്ടാണ് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഇഹലോകവാസം പിടിഞ്ഞത്.
മലമേൽ പ്രകാശിപ്പിക്കുന്ന വിളക്ക് പോലെ ജ്വലിച്ച് ജ്വലിച്ച് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ മലങ്കര സഭയുടെ പാസരനായി തീർന്ന പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി തൻ്റെ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകളാലും ധ്യാനത്താലും ലഭിച്ച ഊർജം തൻ്റെ ആടുകളിലേക്ക് അനുഗ്രഹമായും സ്നേഹമായും ചൊരിഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഊർജം തൻ്റെ അജഗണങ്ങളിലെ രക്തത്തിലേക്ക് അനുഗ്രഹമായിട്ട് ചൊരിഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ മലങ്കര സഭയുടെ ആധുനിക ശില്പികളാക്കി പുതിയ ചക്രവാളത്തിലേക്ക് നയിച്ച ഒരു മഹാനായിരുന്നു പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി. ഈ ഇടവകയ്ക്ക് അദ്ദേഹത്തോടെ കടപ്പാടുണ്ട്. ഇടവക ആ വന്ധ്യപിതാവിൻ്റെ നാമത്തിലുള്ള ആദ്യത്തെ ദേവാലയമാണ് ഈ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ എമറാൾഡ് ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ പ്രസംഗ മത്സരം ഇവിടെ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പേര് ലോകം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്ത ഈ ഇടവകയോടും ഇടവകയുടെ OCYM യൂണിറ്റിനോടും ഉള്ള പ്രത്യേകമായ ആശംസയും ഈ പ്രസംഗ മത്സരത്തിനുള്ള ഇടവകയുടെയും മലയങ്ങ കമ്മിറ്റിയുടെയും എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും പ്രത്യേകമായുള്ള ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി OCYM സോണൽ ജോയിന്റ് സെക്രട്ടറി മിസ് ഷിജി രഞ്ജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാന്യായ അയ്യപ്പച്ചൻ, പ്രിയമുള്ളവരെ, മത്സരാർത്ഥിയായി കടന്നു വരാൻ ആഗ്രഹിച്ച ഒരു വേദിയിൽ ആദ്യമായി ആശംസ പറയാൻ നിയോഗിക്കപ്പെട്ടത് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. പരിശുദ്ധനായ വരുമല തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു മിശിഹ കഴിഞ്ഞാൽ തമ്പുരാനെ പറ്റ അമ്മയും മലങ്കര സഭയെയും ഓർത്തുകൊള്ളണമെന്ന്. ആ ഒരു വാക്യത്തെ ശിരസാ വഹിച്ചുകൊണ്ട് മലങ്കര സഭയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന തീർത്തു തന്ന് മലങ്കര സഭയുടെ അസ്തിത്വം നമ്മുടെ ഓരോരുത്തരുടെയും നെഞ്ചിൽ ഊട്ടിയുറപ്പിച്ച മലങ്കര സഭാഭാസുരനായ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ നാമധേയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസംഗ മത്സരത്തിൽ നാൾക്ക് നാൾ ഓരോ ദിവസവും മലങ്കര സഭയോട് കൂറും വിശ്വാസവുമുള്ള ഓരോ മത്സരാർത്ഥികളും ഓരോ യൂണിറ്റിൽ നിന്നും കടന്നു വരണം. ഈ ഒരു മത്സരം ഒരിക്കലും നിന്നു പോകാൻ നമ്മളുള്ള ഒരു കാലത്തോളം അതിന് ഇടയാക്കരുത് എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. കാരണം മലങ്കര സഭയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കുവാനും മലങ്കര സഭയിൽ ഈ വ്യക്തിത്വങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് പഠിക്കുവാനും നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്ന ഈ ഒരു ഉദ്യമത്തിൽ, അലൈൻ ദേവാലയം നടത്തുന്ന ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗവാക്കാക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. നമ്മുടെ അടുത്ത തലമുറയെ നാം വളർത്തിയെടുക്കണം. ഈ ഒരു മത്സരത്തിന്, അതുപോലെ ഇന്നത്തെ ഈ ദിവസത്തിൽ നടക്കുന്ന ഈ ഒരു മത്സരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് 2024 OCYM സോണൽ യൂണിറ്റിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ആശംസാ പ്രസംഗം കൂടിയുണ്ട്. സാധാരണയായിട്ട് ഏത് കോമ്പറ്റീഷനാണെങ്കിലും ആ കോമ്പറ്റീഷന് മിടുക്കന്മാരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പതിവാണ്. ഞാനുമൊക്കെ പലയിടത്തും പോയപ്പോഴും നമ്മൾ ഈ മണ്ടന്മാരുടെ കൂട്ടത്തിൽ എപ്പോഴും പെടുന്ന വ്യക്തിയായതുകൊണ്ട് നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല. എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നു, ഇന്ന് കോമ്പറ്റീഷന് വന്ന ഡിബിൻ സാം ജെയിംസ് ഇവിടെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, അദ്ദേഹത്തിന് സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് ഡിബിനെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഈ വിശുദ്ധ ആലയത്തിൽ വന്ന് നിങ്ങളോടുമൊത്ത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതചരിത്രം പ്രസംഗിക്കുവാൻ അവസരം എനിക്ക് സാധിച്ചതിൽ. എന്നാൽ ഇന്നത്തെ എൻ്റെ ദിവസം ചിലപ്പോൾ ഒരു അൺലക്ക് ഡേ ആയിരിക്കാം, ആയതിനാൽ എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എന്നാലും അച്ഛാ, വളരെയധികം സന്തോഷം എന്നെ ഈ ഒരു അവസരത്തിൽ ഒരു മത്സരാർത്ഥി ഒരു മത്സരത്തിൻ്റെ പൊതുവേദിയിൽ ആശംസ പ്രസംഗവും അർപ്പിക്കുന്ന ഒരു ആദ്യ നിമിഷമാണ്. എൻ്റെ വളരെ നന്ദിയുണ്ട് വികാരി അച്ഛന്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതയാത്ര ഞാൻ പഠിച്ച ചരിത്രമനുസരിച്ച് 4 കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട്
നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഈ ആശംസ പ്രസംഗങ്ങൾ ഞാൻ കൂടി ഉപയോഗിക്കുകയാണ്. ഒന്നാമതായി പരിശുദ്ധ വട്ടശ്ശേരിയിൽ തിരുമേനി നമുക്ക് കാണിച്ചു തന്ന വൈജ്ഞാനിക സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വത്തിൻ്റെ അധിഷ്ഠതയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, കൗദാശികമായ സ്വാതന്ത്ര്യം, കാതോലിക്കറ്റിൻ്റെ പുനഃസ്ഥാപനത്തിനായി പരിശുദ്ധ തിരുമേനി നമ്മൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും. കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു, പക്ഷേ എൻ്റെ പാറ്റേണിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ടാണ് എന്നാലും ഞാൻ വികാരച്ചന് നൽകുന്ന വാക്ക് അടുത്ത വർഷം അതിജ്വലമായി ഞാൻ തിരിച്ചു വരുമെന്ന് ഞാൻ പറയുന്നു. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പ്രസംഗ മത്സരത്തിനിടയിൽ നിങ്ങൾക്ക് നടത്തിയ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ക്വിസ് മത്സരമായിട്ട് നിങ്ങൾ മാറ്റിയത് ഒരു വ്യത്യസ്തമായ ഘടകമാണ്. യുവജന പ്രസ്ഥാനത്തിന് പ്രത്യേക ആശംസകൾ അതിന് അർപ്പിക്കുന്നു. എന്നെ ഇവിടെ ആശംസ പ്രസംഗത്തിനായി വിളിച്ച ബഹുമാനപ്പെട്ട അച്ഛനും ഇവിടുത്തെ ഭാരവാഹികൾക്കും ജഡ്ജസ് എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഈ മത്സരത്തിന് ഏറെ ആശംസകൾ നൽകിക്കൊണ്ടും ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പന്ത്രണ്ടാമത് വട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിലുള്ളതായ പ്രസംഗ മത്സരം ഇവിടെ സമാപിക്കുന്നത് അതിൻ്റെ വിജയികളുടെ പേരുകൾ പ്രഖ്യാപിച്ചതോടുകൂടിയാണ്. എല്ലാവരുടെയും പ്രസംഗങ്ങൾ മികവറ്റതായിരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ല. അതിൻ്റെ ഇവാലുവേഷൻ നടത്തപ്പെടുകയുണ്ടായി. അവരുടേതായ ശൈലികളും പ്രസംഗവും ഒക്കെ വളരെ ഊർജവത്തോടുകൂടിയും ആ പ്രസംഗത്തിൻ്റെ അകത്ത് നല്ല കണ്ടൻസ് എല്ലാവരുടെയും പ്രസംഗങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഒരേ കോപ്പി പേസ്റ്റ് അല്ലായിരുന്നു എന്നുള്ളത് ഈ വർഷം ഏറ്റവും വലിയൊരു അനുഗ്രഹപ്രദമായ കാര്യമാണ്. സാധാരണയായി എല്ലാവരും ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ അല്ലായിരുന്നു ഈ പ്രാവശ്യത്തെ ചോദ്യത്തിനനുസരിച്ച്. വിജയികളുടെ പേരുകൾ പ്രഖ്യാപിക്കുകയാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദുബായ് ഇടവകയുടെ ബ്ലസി രാജൻ. മത്സരാർത്ഥികൾ എല്ലാവരും മുൻപോട്ട് വരിക. രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജിഷ സാറ സക്രിയ, ഫുജിറായ് ഇടവകയുടെ. ഒന്നാം സ്ഥാനം ഈ വർഷവും പതിവ് പോലെ തന്നെ അബുദാബി ഇടവകയുടെ ഡോക്ടർ കിംലിൻ ജോർജ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തെത്തിയ ഡോക്ടർ കിംലിൻ ജോർജ് അബുദാബി. രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ഫുജറ യൂണിറ്റിൻ്റെ ജിഷ സാറ സക്രിയ. മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്ന ദുബായ് യൂണിറ്റിൻ്റെ ബ്ലസി രാജൻ. മത്സരാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുൻപോട്ട് കടന്നു വന്ന് ഈ ട്രോഫികളും അതുപോലെ തന്നെ അവരുടേതായ സർട്ടിഫിക്കറ്റുകളും കൈപ്പറ്റുവാൻ തക്കവണ്ണം മുൻപോട്ട് വരണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. Third prize, Blessy Rajan, Dubai unit. Second prize, Jisha Sara Sakriya, Fujairah unit. First prize, Dr. Kimlin George, Abu Dhabi unit.
Participants Alex P. Kurian, Alain Unit. Dibin Sam James, Dubai Unit. മൂന്ന് വർഷം അടുപ്പിച്ച് അബുദാബി ഇടവക ഈ വട്ടശ്ശേരിൽ മോർ ദിവന്യാസ്യൂസിൻ്റെ 2 വർഷം അടുപ്പിച്ച് വട്ടശ്ശേരിൽ മോർ ദിവന്യാസ്യൂസിൻ്റെ പ്രസംഗ മത്സരത്തിൽ ട്രോഫി കരസ്ഥമാക്കിയത് അബുദാബി യൂണിറ്റാണ്. ഈ വർഷം 3-ാം വർഷം അതേ ഇടവക തന്നെ കരസ്ഥമാക്കി. കിംലിൻ ഈ പ്രസംഗ മത്സരത്തിന് വരുന്നതിന് മുമ്പ് ഞാൻ കിംലിനെ ജഡ്ജായിട്ട് ഇങ്ങോട്ട് വിളിച്ചതാണ്, കാരണം പ്രസംഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ എന്നെക്കാട്ടിലും ശക്തമായ അണികളുള്ള അബുദാബി ഇടവക പറയുന്നത് അവർക്ക് കേൾക്കാൻ കഴിയുകയുള്ളല്ലോ, ഒരു നിസ്സഹായാവസ്ഥയിലായതാണ്. ഞാൻ അതിനു മുമ്പേ പറഞ്ഞു ഇവിടുത്തെ ജഡ്ജായിട്ട് വരണം, അപ്പോൾ ആ ഒരു വ്യക്തി വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് മാറിക്കിട്ടുമല്ലോ എന്നുള്ളൊരു കണക്കൂട്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും അബുദാബി ഇടവകയുടെ ആ ഒരു സ്ഥാനിയായി ഇവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വീണ്ടും വന്നു. അപ്പോഴേ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചു എവർ റോളിംഗ് ട്രോഫി ഞങ്ങളുടേത് കയ്യിൽ നിന്നും പോകും എന്ന് ഒരു ഭയമുണ്ടായിരുന്നു. എന്നാലും വട്ടശ്ശേരി തിരുമേനി അങ്ങനെ ഞങ്ങളുടെ എവർ റോളിംഗ് ട്രോഫിയെ കൈവിടുകയില്ല. അതുകൊണ്ട് അബുദാബി ഇടവകയ്ക്ക് ഈ കഴിഞ്ഞ 3 വർഷങ്ങൾ, ഈ വർഷത്തെ ഉൾപ്പെടെയുള്ള 3 വർഷങ്ങളിലായിട്ട് ഈ ഒരു സംരംഭത്തിന് 1-ാം സ്ഥാനം ആ ഇടവകയ്ക്ക് കരസ്ഥമാക്കിയുകൊണ്ട് ഈ എവർ റോളിംഗ് ട്രോഫി ഈ വർഷം കൊണ്ടുപോയി അത് തിരിച്ചു തരണം. എന്നാൽ 1-ാം സ്ഥാനം അതിനു വേണ്ടി ആ എവർ റോളിംഗ് ട്രോഫി 3 വർഷം അടുപ്പിച്ച് കരസ്ഥമാക്കിയതുകൊണ്ട് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ട്രോഫി കൂടെ തരികയാണ്. അത് ആ ഇടവകയിൽ വയ്ക്കാവുന്നതും എവർ റോളിംഗ് ട്രോഫി അടുത്ത വർഷം തിരിച്ചു തരികയും ചെയ്യണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അബുദാബി ഇടവയിൽ നിന്ന് വന്നിട്ടുള്ളവരെല്ലാം മുൻപോട്ട് വന്നാൽ ആ ഇടവയ്ക്കുള്ളതായ എവർ റോളിംഗ് ട്രോഫി നൽകുന്നതാണ്.